നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്കൊരു പ്രാവശ്യം കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മയും ഉപകാരവും എല്ലാം ഒന്ന് ഓർക്കണം. എന്നിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. നമ്മളെപ്പോലെ ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ വേറെ കുറവാണ്. നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ കാര്യങ്ങൾ, സ്തോത്രം. ഇപ്പോൾ അമേരിക്കയിൽ ഡാളസിലൊന്നും ഇന്ന് ആരാധനയില്ല ഇന്ന് രാത്രി. കാരണം ആർക്കും പുറത്തിറങ്ങാൻ മേല, മഞ്ഞ് വീണുകൊണ്ടിരിക്കുക. എന്നിട്ട് സൂമിൽ പാസ്റ്റർ അവിടെ ഇരുന്ന് ആരാധന നടത്തും. എന്നിട്ട് ഉള്ളവരെല്ലാം അതുപോലെ തന്നെ സ്തോത്രം അതാത് വീടുകളിൽ ഇരുന്നാണ് ദൈവത്തെ ആരാധിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മൊബൈലിന് മുമ്പിലിരിക്കുക. എൻ്റെ മോൾ ഹല്ലേലൂയ, വെള്ളം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് അവരായിരിക്കുന്നത്. കാരണം കടയിൽ എല്ലാ സാധനവും തീർന്നു, വാൾമാർട്ടിലെ തീർന്നു, അവിടുത്തെ അത് തീർന്നു, ഇതെല്ലാം തീർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ അമേരിക്കയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? കുടിക്കാൻ വെള്ളം പോലും, കൊച്ചിനോട് ഞാൻ ചോദിച്ചു, അവർ ചെന്നപ്പോഴത്തേക്ക് കടയിലെ വെള്ളമൊക്കെ തീർന്നു. ഇനിയും പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാണ് അവർ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ എന്തോരം സ്തുതിക്കണം. നമുക്കിവിടെ വെള്ളം ഇല്ലെങ്കിൽ തോട്ടിലോട്ട് ഇറങ്ങി വേണേലും കുടിക്കാം. അവിടെ ഡാളസിലൊക്കെ ഇപ്പോൾ പൈപ്പ്, കുടിവെള്ളത്തിന് അവരുടെ വീട്ടിലെ പൈപ്പ് തുറന്നിട്ടില്ലെങ്കിൽ പൈപ്പിനകത്തെ വെള്ളം ഇതായിട്ട് ഐസായിട്ട് പൈപ്പ് പൊട്ടിപ്പോകും. അതുപോലെ തന്നെ കറണ്ട് ഇല്ലാതെ വന്നാൽ തീർന്നു. ജനറേറ്ററുള്ളവർ തീരെ ചുരുക്കമാണ് അവിടെ, അവരുടെ ഒരു കാര്യവും നടക്കത്തില്ല. അപ്പം നിങ്ങൾ എല്ലാവരും അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, നേഴ്സുമാരെല്ലാം പോകാൻ ആഗ്രഹിക്കുക, എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചേ, സ്തോത്രം, ആ അനുഭവം ഒന്ന് ചിന്തിച്ചേ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്തോരം ദൈവത്തെ സ്തുതിച്ചാൽ പറ്റും. ഒരു പ്രാവശ്യം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അത് മാത്രമല്ല, നമ്മുടെ ഗവൺമെൻറ് നമുക്കെല്ലാവർക്കും ഇവിടെ ജോലി തരാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. എല്ലാം ഇവിടെ ഇന്ത്യ രാജ്യം ഡെവലപ്പ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ നമ്മളാരും ഭാരപ്പെടരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊന്നും ഇല്ലാത്തവരാണ്. വിദേശ രാജ്യങ്ങളിലുള്ളവർ ഒന്നും വയ്യാത്ത അവസ്ഥയിലാണ്, നാട്ടിലോട്ട് പോരാൻ വയ്യ, പ്രത്യേക അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, സന്തോഷത്തോടെ നമ്മളിവിടെ ആയിരിക്കുന്നല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അനേക പ്ലെയിനുകൾ പോലും ക്യാൻസൽ ചെയ്തു. 9,000 പ്ലെയിനാണ് ആ ഏരിയയിൽ ക്യാൻസൽ ചെയ്തു. 9,000 പ്ലെയിനൊന്നും പറന്നിറങ്ങാൻ പറ്റുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇത്ര ആയിരിക്കുന്നവർ സന്തോഷത്തോടെ ആയിരിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വരെയാണ് നാം ചിന്തിച്ചത്. നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. 13-ാം അധ്യായ വാക്യത്തിൽ പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം എന്ത് ചെയ്യും? ദാഹിക്കും. ഇവിടെ നമുക്കൊന്നുകൊണ്ട് തൃപ്തിയില്ല. ഈ ലോകത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് തൃപ്തിയുള്ളത്? ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഒന്നും നമുക്ക് തൃപ്തിയില്ലാത്തവരാണ്. ഹല്ലേലൂയ. ഡ്രസ്സിന് തൃപ്തിയില്ലാത്തവരുണ്ട്. ഇപ്പോൾ ഓരോ ഇതൊക്കെ വരുന്ന കാണാം. ചില ആളുകൾ പറയുമ്പോൾ എനിക്ക് കല്യാണത്തിന് പോകാൻ ഡ്രസ്സില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ചില ഭർത്താക്കന്മാരെന്തോ ചെയ്യുമെന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്ന അലമാരിയിലെ എല്ലാം എടുത്ത് തലയിലോട്ട് ഇട്ട് കൊടുക്കും. ഡ്രസ്സില്ലെന്ന് പറയും. തൃപ്തിയില്ല, ഒന്നിനും തൃപ്തിയില്ല. സ്തോത്രം. ഈ വെള്ളം നമുക്കിപ്പോൾ വാഹനം ഉണ്ടെങ്കിലും അതിൽ നമുക്ക് തൃപ്തിയില്ല. അതിലും വലിയ വാഹനം കാണുമ്പോൾ അതിലേക്ക് പോവുക. നമുക്ക് സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് തൃപ്തിയില്ല, പിന്നെയും നമുക്ക് വാങ്ങിക്കണമെന്നൊരു ആഗ്രഹമാണ്. ഒന്നിനും തൃപ്തിയില്ലാത്ത അനുഭവം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും എന്ത് ചെയ്യും? ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം അത് നിത്യജീവനിലേക്കുള്ള കാര്യമാണ്. പ്രിയമുള്ളവർ, ഏറ്റവും വലിയ കാര്യം നിത്യജീവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും വലുതായ കാര്യം നിത്യജീവനാണ്. സ്തോത്രം. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന്, വായിച്ചേ, സ്തോത്രം, കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ. ഹല്ലേലൂയ.
ഈ നിത്യജീവന്റെ അനുഭവത്തിനെ കുറിച്ചുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും വലുതായ കാര്യം. നമ്മുടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് സഭായോഗം മുടക്കുന്ന നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ശ്രദ്ധിക്കണം. വൈകിട്ട് ഇവിടെ 6 മണിക്ക് ആരാധനയുണ്ട്. അപ്പം ജോലിയുള്ളവർക്കും 6 മണിക്ക് വന്ന് ആരാധനയ്ക്ക് കൂടരുത്. ആരാധന 1 മണിക്കൂർ ഇവിടെ ആരാധനയുണ്ട്. അതും ഉപേക്ഷിക്കാൽ പിന്നെ എന്നാ ചെയ്യേണ്ടേ? സ്തോത്രം, ഹല്ലേലൂയ. ഒന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിത്യജീവങ്കിലേക്കുള്ള ഒരു നീരുറവ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം, ദൈവത്തോടുള്ളൊരു ആഗ്രഹം, ദൈവത്തോടുള്ളൊരു വാഞ്ച, എനിക്ക് ദൈവസന്നിധിയിലേക്ക് പോകണമെന്നുള്ളൊരു വാഞ്ച, സ്തോത്രം, അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ വാഞ്ച. നമ്മൾ വെറും ഭോഷന്മാരായി തീരരുത്. നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരെല്ലാം ഓർത്ത് എനിക്ക് മതിപ്പുണ്ട്. പക്ഷെ നിത്യജീവൻ നഷ്ടമാക്കിയിട്ടുള്ള പരിപാടിക്ക് നമ്മൾ പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നിത്യജീവൻ നഷ്ടമാക്കിക്കൊണ്ടുള്ള കളി നാം കളിക്കരുത്. സ്തോത്രം, അതാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമായത്. സ്തോത്രം, നിത്യജീവൻ പോയാൽ പോയില്ലേ? സ്തോത്രം, എല്ലാം പോയില്ലേ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. താഴോട്ട് വായിച്ച്, സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരയണമെന്ന് പറഞ്ഞു. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കർത്താവ് എന്തിനാ ഈ ശമരിയിലേക്ക് വന്നത്? ഈ ഒരു സ്ത്രീയെ തേടിയാ കർത്താവ് വന്നത്. എന്ത് പാരമ്പര്യമായി സ്ത്രീക്ക് പറയാനുള്ളത്? ഒരു പാരമ്പര്യവും അവൾക്ക് പറയാനില്ല. അവള് ഇമ്മോറലായിരുന്നു. അവള് യാതൊരു പാരമ്പര്യവും അവളെ കുറിച്ച് പറയാനില്ല. അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നവളാ. അവൾ അവരെ ഡൈവോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. സ്തോത്രം. ഇപ്പോഴും ഒരുത്തനുണ്ട് കൂട്ടത്തില്. അവന്റെ കല്യാണം നടത്തിയിട്ടില്ല, കൂടെ താമസിക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോ ആ ഒരു സ്ത്രീയെ തേടിയാണ് കർത്താവ് ഇവിടെ വന്നത്, ഈ ഉച്ചയായ സമയത്ത് വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ കർത്താവിന്റെ സ്നേഹമൊന്ന് മനസ്സിലാക്കണം. എത്ര വലിയ പാപമായിരുന്നാലും കർത്താവ് ക്ഷമിപ്പാൻ മതിയായവനാണ്. ഈ സ്ത്രീ എന്താ എന്നറിയാമോ? ഒരു സുവിശേഷകയായിട്ട് മാറി. ഈ സ്ത്രീ ഒരു സുവിശേഷകയായി മാറി. ഏതാണ്? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നവളും ഇപ്പോൾ ഒരുത്തൻ ഷെപ്പിനിയായി താമസിക്കുന്നവളും ഇമ്മോറലായി ജീവിക്കുന്ന ഈ സ്ത്രീ, കർത്താവ് അവളെ തേടി ചെല്ലുന്ന സ്നേഹത്തെ കുറിച്ച് നാം മനസ്സിലാക്കണം. ആ ഒരു സ്നേഹം വലിയ സ്നേഹമാ. കർത്താവിന് സകല മനുഷ്യരോടും അലിവുള്ളവനാ. ഹല്ലേലൂയ. കർത്താവിന് സകല മനുഷ്യരോടും അരിവുള്ളതുകൊണ്ടല്ലേ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് വരുമ്പോ റാഹാബ് എന്ന വേശ്യയുടെ വീട്ടിൽ അവർ ചെല്ലാനിടയായത്. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം, റാഹാബ് എന്ന വേശ്യയുടെ അടുക്കലേക്ക് അവര് ചെല്ലുവാനിടയായി തീർന്നു. യേശുവിന്റെ വംശാവലിയിൽ അവൾ വരുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്തോത്രം, ഏത് മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഏത് ലോകത്തിൽ കാണുന്ന ഏത് പാപിയായും പാപത്തിലുള്ളവരെ ആണേലും ദൈവത്തിന് ഇഷ്ടമാണ്. കർത്താവ് തേടി ചെല്ലുക. ഉച്ചയായപ്പോൾ കർത്താവിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇവള് രാവിലെയും വൈകിട്ടും ഒന്നും വെള്ളം കോരാൻ വരത്തില്ല. ഇവള് ഉച്ചയാകുമ്പോഴേ വരത്തുള്ളൂ. മറ്റാരും ഇല്ലാത്തപ്പോഴേ വരത്തുള്ളൂ. മറ്റാരും വരാത്ത സമയത്ത് അവളെ കർത്താവ് തേടി ചെല്ലുകയാ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അവള് പറയുന്ന ഒരു കാര്യം താഴോട്ട് വായിച്ചേ. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. അവള് ആരാധനയെ കുറിച്ച് പറയുക. ഞങ്ങളുടെ പിതാക്കന്മാര് ഈ മലയില. ഈ മലയോട് എല്ലാവർക്കും വലിയ പ്രത്യേകതയാണ്. നിങ്ങൾ ദേശത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എല്ലാ ആലയങ്ങളും മലയെ കെട്ടി വെക്കാനാണ് ആളുകളുടെ ആഗ്രഹം. നമുക്കറിയാം, ഓരോ മലകളെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഞാൻ പറയാതെ എടുത്തു പറയാതെ, മലയോടാണ് ആളുകൾക്ക് താല്പര്യം. അട്ടപ്പാടിയിൽ ഒരു സ്ഥലമുണ്ട്, മല്ലീശ്വരമുടി എന്ന് പറയും. മല്ലീശ്വരമുടി അകലേക്ക് ഇപ്പറയുള്ള വലിയ മലയാണ് മല്ലീശ്വരമുടി എന്ന് വെച്ചാൽ അതിനെ ആരാധിക്കുന്ന ആദിവാസികളുണ്ട്. എനിക്കറിയാം, ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുള്ളതാണ്. കാരണം ആ വലിയ മല, കാട്ടാനയൊക്കെ ഇറങ്ങി വരും. അപ്പൊ ആ മലയെ ആരാധിക്കുന്നവരുണ്ട്. അവിടെ വേറെ ഒന്നുമില്ല, ഈ മലയെ അവർ ആരാധിക്കും. മല്ലീശ്വരമുടി എന്നാ പറയുന്നത്. ആ മലയെ അവർ ആരാധിക്കും. സ്തോത്രം, ഹല്ലേലൂയ. മലയിലല്ല കേട്ടോ ആരാധനയുടെ പ്രത്യേകത. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ,
ഈ മലയിൽ കർത്താവ് പറഞ്ഞ ഈ പള്ളിയൊക്കെ ഏറ്റവും മോളിൽ കയറ്റി വെക്കുന്നതിൻ്റെ കാര്യം കർത്താവ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, നിങ്ങൾ തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ തണ്ടിന്മേൽ നമ്മൾ വിളക്ക് ശോഭിക്കണം. നമ്മൾ എത്ര പേര് ശോഭിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കണേ, നമ്മൾ എത്ര പേര് ശോഭിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിന് കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഏതെങ്കിലും ആവശ്യത്തിൽ ഇരിക്കുന്നവനെ ഒന്ന് സഹായിക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇപ്പൊ ഒത്തിരി പറ്റിപ്പീരൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ അടുക്കെ വരുന്ന ഒരുവന് നമ്മളൊരു ദൈവ പൈതലാണെന്ന് തോന്നണം. ഹല്ലേലൂയ. ദൈവ പൈതലാണെന്ന് തോന്നണം. ഇന്നലെ ഞാൻ ഒരു ആളിവിടെ എന്നെ തേടി വന്നു. ബൈബിള് ബൈൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. ബൈബിളുണ്ട്, ബൈൻഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ ചോദിച്ചു എത്ര രൂപ ബൈൻഡ് ചെയ്യുന്നതിന്? 250 മുതൽ 1500 രൂപ വരെ ബൈൻഡ് ചെയ്യുന്ന ഇടപാടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫോൺ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നമുക്കിവിടെ ബൈബിൾ ബൈൻഡ് ചെയ്യാനില്ല, ഇനി അടുത്ത മാസം വരുമെന്നാണ് പറഞ്ഞത്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം അദ്ദേഹത്തോട് മർത്തോമക്കാരനാണ്. ഞാൻ കയറി ഇരിക്കാൻ പറഞ്ഞു, വെള്ളം കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ചായ വേണോ കാപ്പി? തണുത്ത വെള്ളം എന്തെങ്കിലും തരുന്ന നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമ്മൾ അദ്ദേഹത്തെ കയറ്റി ഇരുത്താതെ പറഞ്ഞു വിടുവാണെങ്കിൽ അദ്ദേഹം അവിടെ ചെന്നിട്ട് എന്തോ പറയും. ഒരു പാസ്റ്ററുടെ വീട്ടിൽ ഞാൻ ചെന്നു, അദ്ദേഹം എന്നോടൊന്ന് കയറി ഇരിക്കാൻ പോലും പറഞ്ഞില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ചെയ്യണം? തിളങ്ങണം. ഹല്ലേലൂയ. കാണിക്കാൻ വേണ്ടിയല്ല, നമ്മളൊരു ദൈവ പൈതലാണെന്നുള്ളൊരു കാര്യം നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് ഇടപെടുന്നവർക്ക് മനസ്സിലാകണം. നമ്മളെല്ലാ കാര്യങ്ങൾക്കും വഴക്കുണ്ടാക്കരുത്. എല്ലാ കാര്യങ്ങളിലും ഒരു കടയിൽ ചെന്ന് അവരെ എന്തെങ്കിലും സാധനത്തിന് വില കുറച്ച് ഒത്തിരി നമ്മൾ ബാർഗെയിൻ ചെയ്യരുത്. പച്ചക്കറി കടയിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന് മീനും അതിനൊന്നും ഒത്തിരി ബാർഗെയിൻ ചെയ്യരുത്. കാരണം അവർക്ക് എന്താ കിട്ടുന്നേ? അവർക്ക് വലിയ കിട്ടപ്പോലും നമ്മൾ പറയും ഭയങ്കര ലാഭമാണ്. സ്തോത്രം. പച്ചക്കറി കടയിലോട്ട് ചെല്ലണം. ഓരോ കൊലയൊക്കെ പഴുത്തു പോയി ഇരുന്നു പോവുക. അവരൊരു കല അതെല്ലാം വേസ്റ്റിൽ പന്നിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുക. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ നമ്മൾ സ്തോത്രം നമ്മുടെ ഒരു ഡിഗ്നിറ്റി, നമ്മുടെ ഒരു കാര്യം, നമ്മുടെ ഒരു വില നമ്മൾ കീപ്പ് ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. കാരണം സ്തോത്രം നമ്മള് ദൈവത്തിന്റെ സാക്ഷികളാണ്. സ്തോത്രം. മടങ്ങി വരട്ടെ. നിങ്ങൾ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നത് നമസ്കരിക്കുന്ന സ്ഥലം യെരൂശലേമിലാണ്. കാരണം അങ്ങനെ യെരൂശലേം ആരാധനയുടെ സ്ഥലമാണ്, മഹാരാജാവിന്റെ നഗരമാണ്. നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ആരാധിക്കേണ്ടത് യെരൂശലേമിലാന്ന് പറയുന്നു. കർത്താവിനെ അവള് പഠിപ്പിക്കുക. നിങ്ങൾ പറയുന്ന യെരൂശലേമിലാന്ന് പറയുന്നു. യേശു അവളോട് പറഞ്ഞത് സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക. വളരെ ശ്രദ്ധിക്കണേ. നമ്മുടെ ആരാധന ആത്മാവിൽ. നമുക്ക് വേറെ ഒന്നും കാണാനില്ല, നമുക്ക് വേറെ ഒരു കാര്യവും കാണാനില്ല. ഒരു വസ്തുവിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്, ഒരു വ്യക്തിയല്ല നമ്മൾ ആരാധിക്കുന്നത്. അതൊക്കെ ആത്മീയ ലോകത്തിലേക്ക് കടന്നുകൂടുന്നുണ്ട്. വ്യക്തികളെ ആരാധിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. വ്യക്തികളെ ഉയർത്തി വ്യക്തികളെ ആരാധിക്കുന്ന ആളുകളുണ്ട്. പെന്തക്കോസ്തിലും ഉണ്ട്. കാരണം ഏത് കാര്യം ഉണ്ടെങ്കിലും വലിയ വലിയ ആളുകളെ വിളിക്കത്തുള്ളൂ. എന്നിട്ട് അവരിവിടെ വന്ന് പുച്ഛിച്ചു പോവുകയും ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു ദൈവദാസൻ പറഞ്ഞു, എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ കൺവെൻഷൻ പ്രസംഗം എന്നെ വിളിക്കണ്ട, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് പുള്ളി പറഞ്ഞു. കാരണം എന്നാ ചോദിച്ചാൽ അതിനേക്കാൾ വലിയ കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് തിരക്കുള്ള ആളാണ്. അദ്ദേഹം ഉള്ള കാര്യം പറഞ്ഞു, എന്നെ വിളിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എല്ലാവരും വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഒരു വ്യക്തിയുണ്ട്. സ്തോത്രം. ആ വ്യക്തിയെ എല്ലാവരും അങ്ങ് കൺവെൻഷൻ പ്രസംഗിക്കാൻ. നമ്മുടെ പരസ്യവും നടത്തുന്നവരെ ആരും വിളിക്കത്തില്ലല്ലോ. നമ്മുടെ ഇടയിലുള്ള സാധാരണ നന്നായി പ്രസംഗിക്കുന്ന ആളുകളുണ്ട്, അവരെ ആരും വിളിക്കത്തില്ല. പേരിനും പ്രശസ്തിക്കും വേണ്ടി, നോട്ടീസിൽ പേര് വെക്കാൻ വേണ്ടി. നമ്മുടെ ഒരു മീറ്റിങ്ങിൽ ഒരാളെന്നെ വിളിച്ചു, ഞാൻ ചെല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു.
അപ്പോൾ എന്നോട് ചോദിച്ചു ഫോട്ടോ ഒന്ന് വെച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫോട്ടോ വേണേ വെച്ചോളാൻ പറഞ്ഞു. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഒക്കെ അധികാരമുള്ള സ്ഥലമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞത് എല്ലായിടത്തും ഒന്നും നമുക്ക് ഓടിച്ചെന്ന് എത്തിപ്പെടാൻ പറ്റുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിഗ്രഹാരാധനയിലേക്ക് പോകരുത്. നമ്മുടെ സെൻറ്ററിലെ എല്ലാ ശുശ്രൂഷകന്മാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷ എന്ത് വേണേലും നിങ്ങൾ ചെയ്തു. എന്നെ വിളിക്കേണ്ട കാര്യമില്ല. കാരണം ഇനി അതുപോലെ അർജന്റാണ്, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വ്യക്തികൾ വിഗ്രഹാരാധനയിലായി മാറരുത്. ഹല്ലേലൂയ. വ്യക്തികൾ വിഗ്രഹാരാധനയായി മാറരുത്. കാരണം സ്തോത്രം, ദൈവം അത് വെറുക്കുന്ന പാപമാണ്. സ്തോത്രം. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്തുവാ ഇപ്പോഴത്തെ ആരാധന എന്ന് പറയുന്നത്? കുരിശു എഴുന്നള്ളിച്ചുകൊണ്ടുള്ളതൊന്നും ആരാധനയല്ല കേട്ടോ. ഉണ്ണിയേശുവെ ചുമന്നുകൊണ്ട് നടക്കുന്നത് ആരാധനയല്ല കേട്ടോ. എഴുന്നള്ളത്ത് ഏതൊരു വ്യക്തികളെ എഴുന്നള്ളിക്കൊണ്ട് നടക്കുന്നത് ആരാധനയല്ല. കാണിക്ക വഞ്ചിയിൽ മുട്ടുകുത്തി പൈസ ഇടുന്ന ആരാധനയല്ല പ്രിയമുള്ളവരെ. ആരാധന എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് സത്യത്തിലും ആത്മാവിലും ആത്മാവാകുന്ന ദൈവത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന മഹത്വവും സ്തോത്രവും പുകഴ്ചയുമാണ് ആരാധന. ആരാധന എന്ന് പറയുന്നത് ഏതെങ്കിലും കാഴ്ചകളുമായി പോകുന്നതല്ലേ ആരാധന. ഏതെങ്കിലും എണ്ണ പകരുന്നതല്ലേ ആരാധന. സ്തോത്രം. പൊന്നൂല് കൊടുക്കുന്നതല്ല ആരാധന. രൂപമുണ്ടാക്കി കൊടുക്കുന്നതല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവും ദൈവവുമായുള്ളൊരു ബന്ധം. സത്യത്തിൽ നാം ആരാധിക്കണം. നമ്മൾ പറയുന്ന കാര്യം സത്യമായിരിക്കണം കേട്ടോ. സ്തോത്രം. ദൈവമക്കൾ എല്ലാ ആളുകളും പറയേണ്ടത് പറഞ്ഞാൽ മതി, പറയേണ്ടാത്തൊന്നും പറയണ്ട. ഹല്ലേലൂയ. പറയുന്ന കാര്യം എന്തായിരിക്കണം? സത്യമായിരിക്കണം. സത്യമില്ലാതെ ആരാധിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ സത്യം പറയുന്നില്ലെങ്കിൽ, പോഷ്ക പറയുന്നെങ്കിൽ യാതൊരു കാര്യവും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. പോഷ്ക പറയുന്നെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ചില ആളുകൾ സുവിശേഷം പറയുന്നതിലും പോഷ്ക പറയും. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരുത്തൻ കണ്ണൊന്ന് ഉരുട്ടിയതേ ഉള്ളൂ, എന്നിട്ട് പിന്നെ അത് മാധ്യമങ്ങളിൽ കൊടുക്കും, പീഡിപ്പിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ കർത്താവിന് കള്ളം പറഞ്ഞ ആത്മാക്കളെ രക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത്ര പേര് രക്ഷിക്കപ്പെട്ടു എന്ന് ചിലർ വലിയ പരസ്യം കൊടുക്കുന്ന കാണാം. അത് എന്തിനാന്ന് ചോദിച്ചാൽ സ്തോത്രം. ഹല്ലേലൂയ. പരസ്യം കിട്ടാൻ വേണ്ടി. ഇതൊന്നും കർത്താവിന് ആഗ്രഹമില്ല. ഓരോ കൺവെൻഷൻ പ്രാസംഗികന്മാർ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് വരുമ്പോൾ പറയും, ഞാൻ എന്നടുത്ത് പോയി അനേകർ കൈ ഉയർത്തിയെന്ന. നമ്മുടെ ആളുകൾക്ക് വെളും വെള്ളിയാഴ്ചയൊന്നുമില്ല. പലർക്കും രക്ഷിക്കപ്പെട്ടവർ തന്നെ രക്ഷിക്കപ്പെടാൻ കൈ ഉയർത്താൻ പറഞ്ഞാൽ എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരും ഞാൻ ചിലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. മുമ്പോട്ട് വിളിക്കുമ്പോൾ രക്ഷിക്കപ്പെടാനുള്ളൊരു കൈ ഉയർത്താൻ പറയുമ്പോൾ കൈ ഉയർത്തും. എന്നാൽ അവരോട് മുമ്പോട്ട് വരാൻ പറയുമ്പോഴത്തേക്ക് മുമ്പോട്ട് വരും. അവസാനം അവരുടെ പാസ്റ്റർമാർക്ക് എന്തൊരു നാണം കേടാന്നറിയാം. കാരണം എന്നാന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെടാനുള്ളവരെയാ ഇവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 30 വർഷമായിട്ട് പെന്തക്കോസ്ത് സഭയിൽ ആരാധിക്കുന്നവനും ഈ എന്ത് വെച്ചാൽ അവർക്ക് അവിടെ പോയിന്ന് കൈ വെക്കണം, അത്രേ ഉള്ളൂ. സ്തോത്രം. പ്രിയമുള്ളവർ, നമ്മുടെ ദൈവമക്കൾ തരമുള്ളവരായിരിക്കണം. ആവശ്യമില്ലാത്തടത്തൊന്നും പോയി നീ മുട്ടുമടക്കരുത്. നീ ദൈവ പൈതലാണ്. സ്തോത്രം. ആ കാര്യം മനസ്സിലാ. നീയും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. നീ മറ്റുള്ളവരെയാണ് കൂടുതൽ ആശ്രയിക്കുന്നെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീയും ദൈവവുമായിട്ടുള്ള റിലേഷൻ നല്ലതല്ല. നീയും ദൈവവുമായിട്ടുള്ള ബന്ധം നല്ലതല്ല. നീയും ദൈവവുമായിട്ടുള്ള ബന്ധം നല്ലതാണെങ്കിൽ വേറെ ഒരു മീഡിയേഷന്റെ ആവശ്യമില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇപ്പൊ നമ്മള് എന്താണ്? സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഹല്ലേലൂയ. താഴോട്ട് വായിച്ചാട്ട്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുക. ഇപ്പോൾ വന്നുമിരിക്കുന്നു. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്തിന്റെ സമയമാണ്? സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സമയമാണ്. അതിന് ജപമാലയുടെ ആവശ്യമില്ല കേട്ടോ. ഹല്ലേലൂയ. വിദ്യാഭ്യാസം ഉള്ളവർ പോലും ഇത് ചെയ്യുക. സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് പറയുമ്പോൾ ഇത് ഉരുട്ടിയാണോ ആരാധിക്കേണ്ടത്? ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതല്ല ആരാധിക്കുന്നത്. നമ്മുടെ കർത്താവിനെ സ്തോത്രം നമുക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. കർത്താവ് വീണ്ടും പറയുകയാണ്, തന്നെ നമസ്കരിക്കുന്നവർ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പിതാവ് ഇച്ഛിക്കുന്നുണ്ട്. തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന്
പിതാവ് ഇച്ഛിക്കുക, ദൈവമായ കർത്താവ് ഇച്ഛിക്കുക, തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് എന്ത് ചെയ്യുന്നു? ഇച്ഛിക്കുന്നു. സ്തോത്രം. അപ്പൊ നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമാണോ? ഹല്ലേലൂയ. കർത്താവ് ഇച്ഛിക്കുന്ന പോലെ നാം ആരാധിക്കുന്നുണ്ടോ? സ്തോത്രം. കർത്താവ് ഇച്ഛിക്കുന്നത് നാം ചെയ്യുന്നുണ്ടോ? സ്തോത്രം. താഴ്ത്തു വായിച്ച് അവസാനിപ്പിച്ചു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അടുത്തത്, സ്ത്രീ അവനോട് മശിഹ എന്ന് വെച്ചാൽ അവർക്ക് കാര്യം എന്നാ പറഞ്ഞാലും അവർക്ക് ഒരു കാര്യമുണ്ട്. ഉള്ളില് അവളുടെ പാപമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കുള്ളിൽ മശിഹായെ കുറിച്ചൊരു ചിന്തയുണ്ടായിരുന്നു, ദൈവത്തെക്കുറിച്ചൊരു ചിന്തയുണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, ദൈവത്തെക്കുറിച്ചൊരു ചിന്ത. അവൾ പറഞ്ഞു മശിഹ വരും, മശിഹ വരുമ്പോൾ സ്തോത്രം എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി തരും. അടുത്തുള്ള വായിച്ചേ. മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. ക്രിസ്തു വരുന്നു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്ത്രീക്ക് അത്രയും ഒരു ബോധമില്ലേ? ക്രിസ്തു വരുന്നു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അങ്ങനെ ആഗ്രഹമുള്ള എടുക്കലരുടെയൊക്കെ കർത്താവ് ചെന്നത്. അവക്ക് അങ്ങനെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. അവളെ ഈ പാപത്തിന്റെ പശ്ചാത്തലത്തിലായത് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല, ഏതവസ്ഥയിലാണെന്ന് അറിയാൻ പറ്റത്തില്ല. അവൾ ആ പശ്ചാത്തലത്തിലാണേലും അവളുടെ ഉള്ളിൽ അവർക്കൊരു കാര്യം അറിയാം, മശിഹ വരുമെന്നുള്ളൊരു കാര്യം അവർക്കറിയാം. സ്തോത്രം. തിരുവചനം എങ്ങനെ പറയുന്നു? രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിനകത്ത് ആക്കും, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിനകത്താക്കും. ആഗ്രഹമുള്ളവനെ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തോടെ വായിച്ചേ. സ്തോത്രം. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. അവൻ വരുമ്പോൾ സകലതും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു. യേശു അവളോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ഇതുപോലൊരു കാര്യം വേറെ ആരോടും കർത്താവ് പറഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ. ഈ സ്ത്രീയോട് കർത്താവ് പറയുക, നീ ആ പറഞ്ഞ മശിഹ ഉണ്ടല്ലോ, ഞാനാണ്. ഹല്ലേലൂയ. ആ അന്നേരത്തെ അവളുടെ അനുഭൂതി. പിന്നെ അവൾക്ക് പാപം ചെയ്യാൻ തോന്നുമോ? അവള് ചിന്തിച്ച പ്രവാചകന്മാർ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിലെ ആ മശിഹ ഞാനാണെന്ന് കർത്താവ് അവളോട് പറയുക. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിന് രൂപാന്തരം വന്നു. മശിഹ വന്ന രൂപാന്തരം വരും. അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ അവൾ പട്ടണത്തിൽ ചെന്ന് ആളുകളോട് പറയാ, എന്നോട് ഞാൻ ചെയ്ത കാര്യം എല്ലാം പറഞ്ഞ ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്, ഒരു പക്ഷേ അവൻ മശിഹ ആയിരിക്കുമെന്ന്. ഹല്ലേലൂയ. അവരെല്ലാം അവനെ കാണാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു സ്ത്രീയിൽ കൂടെ അനേക ശമരിയ ദേശത്തിലെ ആ പട്ടണത്തിലെ അനേക ആളുകൾ കർത്താവിനെ അറിയുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഈ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശമരിയക്കാരി ചെയ്തതുപോലെ ഈ കർത്താവിനെ നമുക്ക് സാക്ഷിക്കാൻ പറ്റുന്നിടത്ത് സാക്ഷിക്കണം കേട്ടോ. ആരെങ്കിലും സാക്ഷിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാക്ഷിക്കാൻ പറ്റുന്നവരെ നാം സാക്ഷിക്കണം. കർത്താവ് നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളോട് പറയണം. ഹല്ലേലൂയ. പറയാൻ പറ്റുന്ന ആളുകളോട് പറയണം. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് നേഴ്സുമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുമായി ബന്ധപ്പെടുന്ന രോഗികളോട് അവരുടെ വേദനയിൽ നിങ്ങൾക്ക് യേശുവിനുമായി പങ്കുവെക്കാൻ കഴിയും, യേശുവിനെ പങ്കുവെക്കാൻ കഴിയും. ഏത് ജോലി കാര്യങ്ങളിലാണേലും നമുക്ക് ഒത്തു കിട്ടുന്നവരോടൊക്കെ നമ്മൾ പറയും, മശിഹായെ കുറിച്ച് പറയും. ഹല്ലേലൂയ. പറയാൻ ഏറ്റവും എളുപ്പം ഈ രാജ്യം തീരാൻ പോവുക. നിങ്ങൾക്കറിയാമോ, ഇറാനിലേക്ക് അമേരിക്കൻ പട്ടാളം എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പക്ഷെ കൈവെക്കാത്തതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? ഇറാനിൽ ദിവസം പ്രതി ആളുകൾ ക്രിസ്ത്യാനികളായിക്കൊണ്ടിരിക്കുക, മുസ്ലിങ്ങൾ അനേകർ ക്രിസ്ത്യാനികളായിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, കർത്താവിനെ അറിഞ്ഞ് അവർ മുസ്ലിംസ് ആണെങ്കിലും ഈയിടെ ഒരു മുസ്ലിം എഴുതിയിരിക്കുന്ന കണ്ടു, ദിവസം പ്രതി 50,000 1,00,000 ആളുകൾ വെച്ച് യേശുവിനെ മുസ്ലിം രാജ്യങ്ങൾ കർത്താവിനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഗസയിലും അനേക ക്രിസ്ത്യാനികളുണ്ട്. ഞാൻ വായിച്ച് മനസ്സിലാക്കിയുണ്ട്, ചില ആളുകളോട് കർത്താവ് ദർശനത്തിൽ ഇടപെടുന്നുണ്ടെന്ന് ഗാസയില്. സ്തോത്രം. കർത്താവ് ദർശനത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക അവരോട്. കർത്താവിന്റെ രാജ്യം, സ്തോത്രം, അവന്റെ വരവെടുത്തു. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാൻ, നമുക്ക് പ്രാർത്ഥിക്കാം.